ദിസ് ഈസ് അരുൺ മതേശ്വർ, DC-യുടെ ഡയറക്ടറാണ്. ഒരു ഡയറക്ടർ കിട്ടുന്ന ഏറ്റവും വലിയ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് കോടിക്കണക്കിന് ക്ലബിൽ കാണണമെന്നല്ല. ഒരു മൂവി കണ്ടിട്ട് ഏതെങ്കിലും ഒരാൾ അവരുടെ പേരെടുത്ത് വിക്കിപീഡിയയിൽ പോയി ഫിലിമോഗ്രാഫി നോക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് ഒരു ഡയറക്ടർ കിട്ടുന്ന ഏറ്റവും വലിയ അപ്രീസിയേഷൻ. സോ DC കണ്ട് അരുൺ മതേശ്വറിന്റെ ഫിലിമോഗ്രാഫി എടുത്ത് നോക്കിയപ്പോൾ ആളുടെ ഫസ്റ്റ് മൂവി റോക്കിയാണ്. റോക്കി ഇന്നലെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ DC മൂവി റിവ്യൂ ചെയ്തപ്പോൾ അനിരുദ്ധിനെ കുറിച്ച് മാത്രമായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അനിരുദ്ധ DC-യിൽ ചെയ്തു വെച്ചിരിക്കുന്ന ട്രാക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു ഡയറക്ടറിനും വളരെ സിമ്പിളായിട്ട് ഗൂസ് ബംപ്സ് ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഐ വാസ് ടോട്ടലി മിസ്റ്റേക്ക്. അരുൺ മതേശ്വറിന്റെ ഫ്രെയിംസിന് അനിരുദ്ധിന്റെ ബീജിയം വന്നാൽ എന്ത് സംഭവിക്കും, അതാണ് നമ്മൾ DC-യിൽ വിറ്റ്നസ് ചെയ്തത്. അജാതി ഫ്രെയിംസ് ആണ് പുള്ളിയുടെ എല്ലാം. അത് നിങ്ങൾക്ക് റോക്കി മൂവി കണ്ടു കഴിഞ്ഞാൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കുറേ ഡയറക്ടേഴ്സ് ഉണ്ട് മാസ് ആയിട്ടും ക്ലാസ് ആയിട്ടും മൂവി ചെയ്യുന്നവര്. പക്ഷെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അവരെടുക്കുന്ന മൂവിയിൽ അവരുടെ സിഗ്നേച്ചർ പതിപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ കാണുന്ന 3 പേരാണ് തമിഴ് സിനിമയിലുള്ളത്. കാശിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും ഫാക്ടറിന് വേണ്ടിയോ സിനിമ എടുക്കാതെ അവരുടെ സിഗ്നേച്ചറിന് വേണ്ടി മാത്രം സിനിമ എടുക്കുന്ന കുറച്ച് ഡയറക്ടേഴ്സ്. അതിലൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വെട്രിമാരൻ, പിന്നെ പാരഞ്ജിത്ത്, മറ്റൊന്ന് മാരി സെൽവരാജ്. ആ ലിസ്റ്റിലേക്ക് ദ ലേറ്റസ്റ്റ് എൻട്രി ആൻഡ് ഹിസ് നെയിം ഇസ് അരുൺ മതേശ്വർ. ആൻഡ് താങ്ക്സ് ഫോർ DC പോലെ ലൈഫ് ടൈം എക്സ്പീരിയൻസ് തരുന്ന ഒരു മൂവി ഞങ്ങൾക്ക് തന്നതിന്. ഹെഡ്സ് ഓഫ് യു.